മോഹൻലാൽ മലയാളത്തിൻ്റെ നടന വിസ്മയം, അഭിനയ കലയുടെ തമ്പുരാൻ. ഇന്ന് ലാലേട്ടന് 65 വയസ്സ് തികയുകയാണ്. 1980-ൽ നീട്ടി വളർത്തിയ മുടിയും ചെരിഞ്ഞ തോളുമായി നരേന്ദ്രൻ എന്ന പേരിൽ മലയാള സിനിമയുടെ പടികടന്നെത്തി ഒരു ചെറുപ്പക്കാരൻ. പിന്നെയുള്ളത് ചരിത്രം. ഒന്നും രണ്ടുമല്ല, 4.5 പതിറ്റാണ്ടുകളാണ് കടന്നുപോയത്. ആ അഭിനയ വിസ്മയം ഇന്നും ഇവിടെയുണ്ട്, നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായി, പ്രിയപ്പെട്ടവരുടെയെല്ലാം ബെൻസായി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്നും തൊടുരുമിലേക്കുള്ള ദൂരം ചെറുതൊന്നുമായിരുന്നില്ല. ഇതിനിടയിൽ എത്രയെത്ര സിനിമകൾ, എത്രയെത്ര കഥാപാത്രങ്ങൾ, എത്രയെത്ര അഭിനയ മുഹൂർത്തങ്ങൾ. മോഹൻലാൽ കെട്ടിയാടാത്ത ഏതെങ്കിലും കഥാപാത്രം ബാക്കിയുണ്ടോ? വില്ലനായി, നായകനായി, മകനായി, കാമുകനായി, ഭർത്താവായി, സഹോദരനായി, അച്ഛനായി, മുത്തച്ഛനായി, കൂട്ടുകാരനായി നമ്മുടെയൊക്കെ നെഞ്ചിനകത്താണ് ഇക്കാലം അത്രയും മോഹൻലാൽ ജീവിച്ചത്. ചിലർക്ക് അദ്ദേഹം മോഹൻലാലാണ്, ചിലർക്ക് ലാലാണ്, ചിലർക്ക് ലാലേട്ടനാണ്, മറ്റു ചിലർക്കാകട്ടെ ലാലങ്കളും. അദ്ദേഹം നമ്മെ പേടിപ്പിച്ചു, കൈയടിപ്പിച്ചു, കരയിപ്പിച്ചു, ചിരിപ്പിച്ചു, പ്രണയിപ്പിച്ചു, സ്നേഹിപ്പിച്ചു. മോഹൻലാൽ കരഞ്ഞാൽ കാണികൾ കരയും. മോഹൻലാൽ ചിരിച്ചാൽ കാണികൾ തല കുത്തിമറിഞ്ഞ് ചിരിക്കും. മോഹൻലാൽ മുണ്ടും മടക്കി കുത്തിയിറങ്ങിയാൽ കാണികൾ എഴുന്നേറ്റ് കൈയടിക്കും. മോഹൻലാലിലെ മികച്ച 10 സിനിമകൾ തിരഞ്ഞെടുക്കാനാകുമോ? വേണ്ട, 25 സിനിമകൾ തിരഞ്ഞെടുക്കാനാവുമോ? പറ്റില്ല അല്ലേ? എണ്ണത്തിൽ ഒതുക്കി നിർത്താനാവുമോ ആ വിസ്മയത്തെ? സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ദേശീയ ചലച്ചിത്ര പുരസ്കാരം, പത്മശ്രീ, പത്മഭൂഷൺ, ലഫ്റ്റനൻറ്റ് കേണൽ, ഇങ്ങനെ അദ്ദേഹത്തെ തേടിയെത്താത്ത പദവികളില്ല, പുരസ്കാരങ്ങളില്ല. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. സേതുവായി, ആടുതോമയായി, ഇന്ദുചൂടനായി, മംഗലശ്ശേരി നീലകണ്ഠനായി, കാർത്തികേയനായി, വേലായുധനായി, പുലിക്കാട്ടിൽ ചാർലിയായി, ബാലേട്ടനായി, ജോർജ് കുട്ടിയായി, നെടുമ്പള്ളി സ്റ്റീഫനായി, ഷൺമുഖമായി നമ്മെ വിസ്മയിപ്പിക്കാൻ മോഹൻലാൽ ഇനിയും തുടരട്ടെ.